തിരുവല്ല ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിൽ. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന ദക്ഷിണ ഭാരതത്തിലെ പ്രമുഖ സർവമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവിൽ പൊങ്കാല ഡിസംബർ 4 നടക്കും. നിലവറ ദീപം തെളിഞ്ഞതോടെ ഭക്തർ പൊങ്കാല അർപ്പിക്കാനുള്ള വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രവും പരിസരവും കാർത്തിക പൊങ്കാലയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. പൊങ്കാല നിവേദ്യം തയ്യാറാക്കാനുള്ള മൺകലങ്ങളും അടുപ്പും ക്ഷേത്ര പരിസരത്ത് നിരന്നു. പൊങ്കാലയുടെ പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭം ഉയർത്തൽ കഴിഞ്ഞ ദിവസം നടന്നു. നിലവറ ദീപം തെളിഞ്ഞതോടെ ഭക്തർ പൊങ്കാലയ്ക്കുള്ള വ്രതാനുഷ്ഠാനങ്ങളും ആരംഭിച്ചു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കായുള്ള ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. ഡിസംബർ 4 നടക്കുന്ന വിശ്വപ്രസിദ്ധമായ പൊങ്കാലയുടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊങ്കാലയ്ക്ക് വേണ്ടുന്നതായ പ്രാഥമികമായ സൗകര്യങ്ങളും അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും പൊങ്കാലയുടെ നടത്തിപ്പിന് ആവശ്യമായ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ റോഡ് സൗകര്യങ്ങളും ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും തുടങ്ങി സർക്കാരും അർദ്ധ സർക്കാരും മറ്റ് സന്നദ്ധ സേനകളും എല്ലാവരും ചേർന്ന് അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഏതാണ്ട് പൂർത്തീകരണമായി കഴിഞ്ഞിരിക്കുകയാണ്. വ്യാഴാഴ്ച പുലർച്ചെ 4 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ഇത്തവണത്തെ ചക്കുളത്തുകാവ് പൊങ്കാല ദിവസത്തെ പൂജകൾ ആരംഭിക്കുന്നത്. രാവിലെ 9 വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം പകരും. പിന്നീട് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പകർന്നുകൊണ്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം ഭദ്രദീപ പ്രകാശനം നടത്തും. ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ കാർമ്മിക നേതൃത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടക്കും. 11 500-ലധികം വേദപണ്ഡിതന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയെ 51 ജീവിതകളിലായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നേദിക്കും. പൊങ്കാല നേദ്യത്തിനു ശേഷം ദിവ്യ അഭിഷേകവും ഉച്ച ദീപാരാധനയും നടക്കും. ജനം, ആലപ്പുഴ.